രാമസ്യ അയനം. രാമൻ്റെ യാത്രയിലൂടെ പോകുമ്പോൾ, രാമൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ രാമനാണ്, ജീവാത്മാവായ ഞാൻ രാമൻ്റെ യാത്ര എന്ന് പറയും. പരമാത്മാവായ ശ്രീ രാമൻ്റെ എന്ന് പറയാൻ പറ്റുമോ? രാമൻ്റെ യാത്ര എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അവിടെ പറയേണ്ടത് പരമാത്മാവായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ എന്ന് പറയും. പലരും പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കാം, രാമൻ്റെ യാത്ര, അവൻ്റെ മടിയിൽ വെച്ചാണോ രാമൻ എന്ന് പേരിട്ടാണ്. അത് ഈശ്വരനാണ്. ഈശ്വരനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പം രാമൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ അവൻ്റെ യാത്രയേ പറയുന്ന എൻ്റെ യാത്രയേ ഉള്ളൂ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ യാത്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ശ്രീരാമചന്ദ്രസ്വാമി തന്നെ പറയണം. നമ്മളൊക്കെ വെറും രാമന്മാരാണ് എന്ന് പറഞ്ഞാൽ ശ്രീ ഇല്ല. ഐശ്വര്യവത്തായിരിക്കുന്നതായ ഒന്ന് എന്ന് പറഞ്ഞാലോ ലക്ഷ്മി സമേതനായ ശ്രീരാമചന്ദ്രസ്വാമി. അവിടെ നമുക്കറിയാം, പലപ്പോഴും ശ്രീരാമചന്ദ്രസ്വാമിയുടെ യാത്രയിലൂടെ നമുക്ക് പോകുമ്പോൾ അറിയാം, അവിടെ അഹില്യാമോക്ഷങ്ങളടക്കം മോക്ഷങ്ങൾ നൽകിയപ്പോൾ പലരും സൗന്ദര്യത്തിലോപി സുന്ദരതരമായിരിക്കുന്നതായ ഒരു പരമാത്മാ ചൈതന്യം, ആ പരമാത്മാ ചൈതന്യത്തെ സ്തുതിച്ച് ഭക്തജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. അവിടെ അക്കരെയുള്ളതായ ശ്രീലങ്കയിലുള്ളതായ വിഭീഷണൻ എന്തെങ്കിലും വ്യത്യാസമാണോ? ശത്രു രാജ്യത്തായിരുന്നു, എന്നിട്ടും സ്വന്തം ശിഷ്യനായിക്കൊണ്ട് സ്വന്തം ഭക്തനായിട്ട് അംഗീകരിച്ചെങ്കിൽ, ചിരഞ്ജീവിയായിക്കൊണ്ട് ഇന്നും തലപ്പുഞ്ഞ മഹാദേവനെ കൈലാസത്തിൽ നിന്ന് പൂജിക്കുന്നുണ്ടെങ്കിൽ, ഹനുമാൻ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ, കുരങ്ങൻ, നമ്മളാണെങ്കിൽ കുരങ്ങനെ ഓടിക്കുമില്ലേ? അവിടെ കാഞ്ചി മഠത്തിൽ പോയപ്പോൾ സംശയമൊന്നുമില്ല, കാഞ്ചി മഠത്തിൽ പോയപ്പോൾ വാതിലിന് മുട്ടിയപ്പോൾ ഒരു ഫാമിലി മൊത്തം. അപ്പോൾ എൻ്റെ മകനടക്കം എല്ലാവരും പറഞ്ഞു, അയ്യോ മാറിയിക്ക് അടച്ചിടുന്നു. ഞാനൊന്നും വേണ്ടിയില്ല. ആ ഒരു കുരങ്ങന്മാരുടെ കാഞ്ചി മഠത്തിൽ വെച്ച് സംഭവിച്ചുകൊണ്ടാണ്, അവിടെ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച്. അവരെ കണ്ട് സംസാരിക്കുന്ന രീതിയിൽ അവിടെ താഴെ ഇരുന്നതിന് വെച്ചാൽ അവരെ അവിടെ തന്നെ നമസ്കരിച്ചു. ശേഷം അവർ എൻ്റെ മുന്നിൽ നിന്ന് പോകില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു മാർക്ക്. ഞാൻ പറഞ്ഞു മാറേണ്ട ആവശ്യമില്ല. കാരണം ഹനുമാൻ സ്വാമി കാഞ്ചീപുരത്ത് വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട ഇതാണ് അവിടെ സുഗ്രീവനടക്കം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഉള്ളതായ ഒരു ചൈതന്യത്തെ, അങ്ങനെ ഉള്ളതായ ഒരു സ്നേഹബന്ധത്തെ തുടരുമ്പോൾ വേറെ ആർക്കും പേടിയായിരുന്നു. അത് വാതിലടച്ചിടും. ഞാൻ അവരുടെ കൂടെ പോയി കൊച്ചുകുട്ടികളുടെ കൂടെ തന്നെ അവരുടെ ബാനരൻ്റെയും ബാനരത്തിയുടെയും കൂടെ കളിച്ചെങ്കിൽ, അത് കാഞ്ചീപുരത്ത് വെച്ച് താമസ സ്ഥലത്ത് വെച്ച് കാഞ്ചി കാമകോടി തന്നെയായിരിക്കുന്നതായ സ്വാമികളും ശ്രീരാമചന്ദ്ര സ്വാമിയാണ്. അവിടെ മഹാദേവനും പാർവതീദേവിയും കൊണൽക്കാഞ്ചി ഇതാമ കരികളഭ കുംഭസ്നരത, അതും ശ്രീരാമചന്ദ്ര സ്വാമിയാണ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. അപ്പം അങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാമായണ മാസക്കാലം നല്ല മഴ എന്ന് പറയാൻ സാധിക്കണം, നല്ല വെയിൽ എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനകത്ത് ജീവിതത്തിൽ പകർത്തണ്ടോ എന്ന് ചോദിച്ചാൽ പലരും കളിയാക്കാറുണ്ട്. നിങ്ങളിത് വർത്തമാനം പറയൽ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ജീവിതത്തിൽ പകർത്താറുണ്ടോ എന്ന്. അങ്ങനെ പകർത്താൻ പറ്റില്ല. ആദ്യം ഗുരുനാഥൻ്റെ അനുക്കൂടെ പദം വരണം. പദം വന്ന് എന്തായിത്തീരും? പതുക്കെ രാമൻ എന്നുള്ള വാക്ക് ശ്രീരാമചന്ദ്രസ്വാമി ആയിത്തീരും. അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം നേടി പ്രഭാഷകനായി അല്ലെങ്കിൽ പ്രഭാഷണം പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. നിരന്തരമായ രീതിയിൽ ഭഗവാന്റെ നാമജപം ഉപാസിച്ചെങ്കിൽ മാത്രമേ എന്തായിത്തീരുള്ളൂ? അതായിത്തീരുള്ളൂ. സത്തായിരിക്കുന്നതായ അത് സദിവ അവഭാസത. ഇവിടെ ശരിക്കും ഉള്ളത് എന്തോന്നാ? ഈ വെയിലും അമ്പൊക്കെ പിടിച്ചൊന്നുമില്ല. സദ് ഇവ അവഭാസത, സത്തായിരിക്കുന്ന അവഭാസിക്കുന്നതായ ഒന്നാണ് ഋഷിവര്യന്മാർ പറയുന്നതടക്കം. അപ്പോൾ സർവകാമസ്വരൂപനായ ശ്രീരാമചന്ദ്രസ്വാമി ഏകപത്നി വ്രതധരനായിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് അനേകായിരം ജീവാത്മാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇനിയും വരുന്നതായ ജന്മം അമ്പാടിയിൽ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുമ്പോൾ എല്ലാവരുടെയും കാമപൂർത്തിയെ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞു.
കാമപൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാമമല്ല, ആഗ്രഹം എന്നേ അർത്ഥമുള്ളൂ. തെറ്റിദ്ധരിക്കേണ്ട. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആണ്. കാമം ഹൃദ്രോഗം ആശു അഭിനോദി അചിരേണ ധീര എന്ന് അവിടെ അതാ ഭാഗവതത്തിൽ അവിടെ പറയുന്നുണ്ട്, രാസപഞ്ചാധ്യായിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദ്രോഗം രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഹൃദയത്തിലുള്ളതായ കറദുര ദുഷ്ടജന്തുക്കൾ അന്തം കൂടാതിങ്ങുന്നു കൂടം കുതുകമൊരു കുത്താതിരുന്നതായും, പിന്നെ ലൗകികമായ അർത്ഥത്തിലുള്ള ഹൃദ്രോഗത്തെയും നശിപ്പിക്കാൻ നമുക്ക് പച്ചമലയാളത്തിലേറ്റിരിക്കുന്നത് സാധിക്കും. അപ്പോൾ ഏകവർത്തിവതരണനായിരിക്കുന്നതായ ഭഗവാൻ ദാ വരാൻ പോകുന്നു. എല്ലാവർക്കും ലാളിക്കാനായിക്കൊണ്ട് ചിങ്ങമാസത്തിലേക്ക് വരാൻ പോകുന്നതായ ഒന്ന്. അഷ്ടമി രോഹിണി നാളിലെ മനസ്സൊരു മുഗ്ധ വൃന്ദാവനമായി മാറിയെങ്കിൽ, മനസ്സ് വൃന്ദാവനമായി മാറുമ്പോൾ വൃന്ദാവന ലീലകൾ ഒക്കെ പ്രത്യക്ഷമായി ഇതെല്ലാം ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ചിത്രങ്ങളാണ്. മഹാദേവനെ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞാൽ ബോധത്തിലൊരു സിനിമ പോലെ തെളിയുന്ന ചിത്രങ്ങളാണ് എല്ലാം. വൃന്ദാവനവും ഗോപികമാരും ഭഗവാനും ഇതെല്ലാം. അപ്പോൾ ആ ഭഗവാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായിത്തീരും? നമ്മൾ ഏതായിത്തീരും? ഭഗവാൻ തന്നെ ആയിത്തീരും. പിന്നീട് അവിടെ ലോകത്തിൻ്റെ സൗന്ദര്യം മുഴുവനും നമ്മളിലേക്ക് ആവാഹിച്ച് കഴിയുമ്പോൾ അതിനെ വേണ്ട എന്ന് വച്ചുകൊണ്ട് 16 ഒരംശം മാത്രം സ്വീകരിച്ച് കഴിയുമ്പോൾ എന്തായിത്തീരുന്നു? ആ ലീലകൾ മുഴുവൻ ആടുന്നത് നമ്മൾ തന്നെയായിരിക്കും. തെളിച്ചു പറയുകയാണ്. ഭാഗവതാദി സ്വരൂപം ശ്രീരാമചന്ദ്രസ്വാമി ആയിട്ട് നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് രാവണനായിട്ട് നമ്മൾ തന്നെയായിരിക്കും. അപ്പം ഭഗവാനായിട്ട് യുദ്ധം ചെയ്യുക. സജ്ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ പ്രത്യേകം നോക്കുക. നല്ലവരെ, കഷ്ടപ്പെടുന്നവരെ, ഒരുപാട് കഷ്ടപ്പെടുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചെന്താ 1000 ഇരട്ടി അവർക്ക് തിരിച്ച് ഭഗവാൻ കൊടുക്കും. നമ്മൾ ഒന്നും പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാമോ? ഭഗവാനായിട്ട് യുദ്ധം ചെയ്താൽ, സജ്ജനങ്ങളായിട്ട് തമ്മിൽ തല്ലിയാൽ എന്താണ് ഗുണം? സജ്ജനങ്ങളായിട്ട് തന്നെ തമ്മിൽ തല്ലുന്ന ആളുടെ ശക്തി മുഴുവനും എന്നിലേക്ക് പ്രവർത്തിക്കുക. അതാണ് ഞാൻ സാഹുകളായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെ മിക്കവാറും അടി ഉണ്ടാക്കണേ. അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവരുടെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് പ്രവഹിക്കും. അതാണ് യുദ്ധത്തിൻ്റെ തത്വം. രാമനും ഇങ്ങോട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ മന്ത്രശക്തിയുള്ള ആളിലേക്ക് രാവണൻ്റെ ശക്തി മുഴുവനും രാമനിലേക്ക് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷീണമോ മാനസിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ആരെങ്കിലുമായിട്ടൊന്ന് തമ്മിൽ തല്ലുക. അപ്പോൾ അവരുടെ ശക്തി നമ്മളിലേക്ക് വരും. അല്ലാതെ അവരോട് യാതൊരു വിരോധവും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ തത്വം ഇതാണ്. ഭഗവാനായിട്ട് അടിക്കുക. ഭഗവാനായിട്ട് അടിയുണ്ടാക്കുക. ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബലരാമസ്വാമിയായിട്ട് ഇടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് വരും. അവിടെ കരടിയാണോ കുരങ്ങനാണോ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരാൾ അവിടെ വെച്ച് ഒരു ഗുഹയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരൊറ്റ കീറി കൊടുത്തു. രാമചന്ദ്രസ്വാമിയാണ് വിചാരിച്ച് കീറിയത്. അദ്ദേഹത്തിന് കണ്ണും കാണാൻ പാടില്ലായിട്ടിട്ട് കീറി കഴിഞ്ഞപ്പോൾ അവിടെ രാമചന്ദ്രസ്വാമിയായിട്ട് ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കൊടുത്തെങ്കിൽ സംശയമൊന്നുമില്ല. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. നമ്മളിലേക്ക് അടിയുണ്ടാക്കുന്നവർക്ക്, നമ്മളെ എതിരെ വളഞ്ഞ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മളൊന്നും ചെയ്യരുത്. ഒരു വിരോധം വിചാരിക്കരുത്. നാമം ജപിക്കുക. 1000 ഇരട്ടി ശക്തിയിൽ അസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യസ്വരൂപമായിട്ടുള്ളതായ ഹനിഷ്യയെ സർവ്വതോഹം. അവിടെ ഹനിഷ്യയെ സർവ്വതോഹം. അവിടെ ഹനിഷ്യയെന്ന് തന്നെയാണ് പറയുന്നത്. തല വെട്ടിക്കളയത്രേ ഉള്ളൂ കൂടുതൽ. അവിടെ കുറച്ചുകൂടെ ക്ഷമ കൃഷ്ണനാണുണ്ടായിരുന്നതൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട്. കൃഷ്ണ ഭഗവാനും ഉണ്ടായിരുന്നതൊക്കെ. അവിടെ 1000 ചീത്ത പറഞ്ഞതിന് ശേഷം മാത്രമാണ് ശിശുപാലാദികളെയൊക്കെ കൊന്നത്. ശ്രീരാജേന്ദ്രസ്വാമിക്ക് സംശയമൊന്നുമില്ല. രാമോ വിഗ്രഹവാൻ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ തീർക്കും, ബാക്കി വയ്ക്കില്ല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എല്ലാം ഒന്നാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തതാണെന്നും സഗുണ രീതിയിലുള്ള ഇതെല്ലാം മൂർത്തിഭാവങ്ങൾ ചെന്നെത്തുന്നത് നിർഗുണ ബ്രഹ്മമായ പ്രേമസ്വരൂപമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒന്നോടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളോട് ഏതെങ്കിലും രീതിയിൽ എതിരെ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ അത് 1000 ഇരട്ടിയായിട്ട് ഭഗവാൻ കൊടുത്തവും നമ്മൾ അവരെപ്പറ്റി ഒന്നും ചിന്തിക്കുക വേണ്ട. ജീവിതത്തിൽ പിന്നീട് അവരോട് മിണ്ടുക ചെയ്യരുത്, കണ്ടാൽ മിണ്ടുക ചെയ്യരുത്. കാരണം ധർമ്മത്തിൻ്റെ പാതയിലൂടെ അധർമ്മയിലെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശക്തി കുറയും, അത് ലോപിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യാതൊരു കാരണവശാലും അധാർമികമായ രീതിയിൽ നമ്മളോട് പെരുമാടിയോടുള്ളത് പട്ടിണി കടന്നാൽ പോലും ജീവിതത്തിൽ പിന്നീട് കണ്ടാൽ പോലും മിണ്ടരുത്. ഉള്ളിൽ അതും ഈശ്വര സ്വരൂപമായിട്ട് കാണുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം അവരോട് മിണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവരുടെ അടിമയായി തീരാൻ സാധ്യത. നമ്മൾ എന്തിനാ അടിമയാവണം? നമ്മൾ ഈശ്വരനാണ്, ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ്റെ ഭക്തന്മാരാണ്. അതാ വീണ്ടും
ഭക്തനായിട്ട് തന്നെ എല്ലാവർക്കും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമനാമജപം ലോകം മുഴുവനും പടരട്ടെ. സർവത്ര രാമസങ്കീർത്തനം. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, സീതാഭിരാമ ജയ.